നമസ്കാരം. ജയം ടോക്സിലേക്ക് സ്വാഗതം. ലോകത്തിൽ ഏത് വൻ ദുരന്തം ഉണ്ടാകുമ്പോഴും അതിൻ്റെ കാരണം അജ്ഞാതമായി നിൽക്കുന്ന കാലത്തോളം അതേക്കുറിച്ച് അഭ്യൂഹങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇപ്പോൾ അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനാപകടത്തെക്കുറിച്ചും അഭ്യൂഹങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം അതിൻ്റെ ദുരന്ത കാരണം ഇപ്പോഴും അജ്ഞാതമായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഒട്ടേറെ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും വിമാനം ദുരന്തത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് വെളിച്ചം വീശാൻ കഴിയുന്നത് അതിൻ്റെ ബ്ലാക്ക് ബോക്സിനാണ്. പക്ഷേ കണ്ടെടുത്ത ബ്ലാക്ക് ബോക്സ് വളരെയേറെ കേടുപാട് സംഭവിച്ച നിലയിലാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ ബ്ലാക്ക് ബോക്സ് രണ്ട് ബ്ലാക്ക് ബോക്സ് ആണ്. ഒന്ന് അതിൻ്റെ വോയിസ് റെക്കോർഡറും രണ്ട് അതിൻ്റെ ഡേറ്റ റെക്കോർഡറും. ഇതിലെ ഒരു ബ്ലാക്ക് ബോക്സിന് കാര്യമായ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡാമേജ് എത്രമാത്രം അതിൻ്റെ കണ്ടന്റിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും അജ്ഞതയാണ്. ഇന്ത്യയിലുള്ള ഇതിൻ്റെ എക്സ്പേർട്സിന് അത് തുറക്കാൻ തന്നെ ഭയമായിരിക്കുകയാണ്. കാരണം തുറക്കുന്ന രീതി ശരിയായില്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുമോ എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇത് അമേരിക്കയിലേക്ക് അയക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അന്തിമ തീരുമാനം ഇതുവരെ സർക്കാർ എടുത്തിട്ടില്ല. എന്തായാലും ഒരു ബ്ലാക്ക് ബോക്സ് എങ്കിലും വിദേശത്തേക്ക് അയച്ച് വിദഗ്ധരുടെ സഹായത്തോടുകൂടി തന്നെ തുറക്കേണ്ടി വരും എന്നാണ് മനസ്സിലാകുന്നത്. ഈ ബ്ലാക്ക് ബോക്സ് തുറക്കാൻ കഴിയാത്തത് കൊണ്ട് ഇപ്പോൾ അഭ്യൂഹങ്ങളുടെ വലിയൊരു ചെപ്പ് തുറന്നിരിക്കുകയാണ്. ലോകമെമ്പാടും ഇപ്പോൾ ഈ വിമാന ദുരന്തത്തെക്കുറിച്ച് പല വാർത്തകളും പല കിംവദന്തികളും പ്രചരിക്കുന്നുണ്ട്. അതിലേറ്റവും രസകരമായ ഒന്ന് ഫ്ലൈയിങ് സോസറാണ് ഈ വിമാന ദുരന്തത്തിന് കാരണമെന്നുള്ളതാണ്. ഇതിന് കാരണമായി പറയുന്നത് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 36 സെക്കൻഡിനുള്ളിലാണ് ഇത് തകരുന്നത്. ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്ത സമയത്ത് പെട്ടെന്ന് അതിനടുത്തായിട്ട് ഒരു അജ്ഞാതമായ എന്തോ പ്രത്യക്ഷപ്പെട്ടതായി ഇതിൻ്റെ വീഡിയോയിൽ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു പക്ഷിയാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം. പക്ഷേ അതൊരു ഫ്ലൈയിങ് സോസർ ആകാൻ സാധ്യതയുണ്ട് എന്ന മട്ടിലാണ് പല വിദേശ ചാനലുകളും പല വിദേശ പത്രങ്ങളും ഒക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഫ്ലൈയിങ് സോസറിൽ വിശ്വാസമുള്ള അല്ലെങ്കിൽ അതിൽ സംബന്ധിച്ച് അഭിനമിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാരണത്തിലേക്ക് ഇതുമായി ബന്ധപ്പെടുത്താനുള്ള ഒരു പ്രവണതയുണ്ട്. എന്തായാലും ഫ്ലൈയിങ് സോസറാണ് എന്നവന് അവർ പറയുന്നതിന് പ്രധാന കാരണം ഈ വിമാനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട യാത്രക്കാരൻ്റെ രക്ഷപ്പെടൽ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. യാത്രക്കാരൻ 11A സീറ്റിലാണ് ഇരുന്നത്. എമർജൻസി ഡോറിൻ്റെ അടുത്തായിരുന്നു. അയാൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് അയാൾക്ക് പോലും ഇപ്പോഴും അറിയില്ല. അയാൾ സീറ്റ് ബെൽറ്റ് ഊരിയെന്ന് പറയുന്നു. പിന്നീട് ഇത് സംഭവിച്ചെന്ന് ഇപ്പോഴും അയാൾക്ക് അറിയില്ല. ആദ്യം നമ്മൾ കേട്ടിരുന്നത് അയാൾ സീറ്റ് ബെൽറ്റ് ഊരി വിമാനം തകർന്നപ്പോൾ എടുത്ത് ചാടി നോക്കി, അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്. പക്ഷേ ഈ ഫ്ലൈയിങ് സോസർ കഥ പറയുന്നവർ പറയുന്നത് ഈ അജ്ഞാതന്റെ രക്ഷപ്പെടുതലും ഫ്ലൈയിങ് സോസറുമായി ബന്ധമുണ്ടെന്നാണ്. എന്തായാലും ഇതൊക്കെ കഥകൾ മാത്രമാണ്. ഫ്ലൈയിങ് സോസർ എന്നത് ഏറെക്കാലമായിട്ട് ഏകദേശം ഒരു 70-80 വർഷമായിട്ട് ഈ ലോകത്ത് പ്രചരിക്കുന്ന വലിയൊരു അഭ്യൂഹം, കഥകളും ഒക്കെ പ്രചരിപ്പിക്കുന്ന വലിയൊരു സംഗതിയാണ്. 1947 ഈ ഫ്ലൈയിങ് സോസർ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ ഫ്ലൈയിങ് സോസർ എന്നുള്ള പേര് ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. അതിന് കാരണം അമേരിക്കയിൽ വാഷിങ്ടണിൽ നിന്ന് പറന്ന ഒരു വിമാനത്തിൽ ആ പൈലറ്റിനുണ്ടായ ഒരു ദൃശ്യമാണ്. കെന്നത്ത് ആർണോൾഡ് എന്നാണ് പൈലറ്റിന്റെ പേര്. കെന്നത്ത് ആർണോൾഡ് ഈ വിമാനം പറന്നു കയറുന്ന സമയത്ത്, അല്ലെങ്കിൽ വിമാനം കുറച്ചു നേരം പറന്ന സമയത്ത് അദ്ദേഹം കണ്ട ഒരു കാഴ്ച, 8ഓളം വൃത്തത്തിലുള്ള ഫ്ലൈയിങ് ഓബ്ജക്റ്റുകൾ ആകാശത്തെ വിമാനത്തിന്റെ മുന്നിലായി ഇങ്ങനെ പറന്നു പോകുന്നത് കണ്ടു. അദ്ദേഹം അതിനെ ഈ വെള്ളത്തിൽ കൂടി തെന്നി നീങ്ങുന്ന സോസറുകളോടാണ് ഉപമിച്ചത്. അങ്ങനെയാണ് ഫ്ലൈയിങ് സോസർ എന്ന പേര് വീണത്. അക്കാലത്ത് മാധ്യമങ്ങൾ, പത്രങ്ങളും ഒക്കെ എഴുതിയത് ഫ്ലൈയിങ് സോസർ എന്ന പേരിലാണ്. പിന്നീട് ഈ ആകാശത്ത് കാണുന്ന അജ്ഞാത അൺഐഡന്റിഫൈഡ് ഓബ്ജക്റ്റുകളെ ഫ്ലൈയിങ് സോസർ എന്ന് വിളിച്ചു തുടങ്ങി. ഈ 1947 കെന്നത്ത് ഇത് കണ്ടതിന് ശേഷം 1953 അമേരിക്കൻ എയർഫോഴ്സിന്റെ തന്നെ ഒരു വിമാനം പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശത്ത് വെച്ച് അതിൻ്റെ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റത്തിലേക്ക് ഒരു മെസ്സേജ് വന്നു, ഞങ്ങളുടെ മുന്നിലായി ഒരു ഫ്ലൈയിങ് സോസർ ഞങ്ങളുടെ നേർക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ വിമാനം ക്രാഷ് ചെയ്തു. ക്രാഷ് ചെയ്താണ് എന്താണോ, പിന്നീട് വിമാനം ആരും കണ്ടിട്ടില്ല. ആ വിമാനം എവിടെ പോയെന്നറിയില്ല, അവശിഷ്ടങ്ങൾ കണ്ടിട്ടില്ല. ഇങ്ങനെയാണ് കഥ. എന്തായാലും അത് ഫ്ലൈയിങ് സോസറുമായി കൂട്ടിമുട്ടുകയോ അല്ലെങ്കിൽ ഫ്ലൈയിങ് സോസർ ആ വിമാനത്തെ തട്ടിക്കൊണ്ടുപോവുകയോ ചെയ്തു എന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത്. പിന്നീട് ലോകത്തിന്റെ പല ഭാഗത്ത് ഓസ്ട്രേലിയയിലെ ഒരു പൈലറ്റ്, അദ്ദേഹം വിമാനം പറത്തിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം ഇതുപോലെ തന്നെ എയർ കൺട്രോൾ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു, എൻ്റെ വിമാനത്തിന്റെ മുകളിലായിട്ട് ഒരു ഫ്ലൈയിങ് സോസർ കറങ്ങുന്നു. കുറച്ചു കഴിഞ്ഞ് ആ വിമാനത്തിന് എയർ കൺട്രോൾ സിസ്റ്റവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. പിന്നീട് വിമാനത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ല.
ആ വിമാനം അപ്രത്യക്ഷമായി. അത് എൻ്റെ ഒരു അവശിഷ്ടം പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതും ഫ്ലൈങ് സോസർ തട്ടിക്കൊണ്ടുപോയെന്നോ ഫ്ലൈങ് സോസർ വഴി നശിച്ചോ എന്നാണ് കരുതപ്പെടുന്നത്. വ്യക്തികളും ഇതുപോലെ തന്നെ പല കഥകളും പറഞ്ഞിട്ടുണ്ട്. ടെക്സാസിലെ ഒരു ബാലനെ, 12 വയസ്സുള്ള ഒരു ബാലനെ വീടിനടുത്ത് നിന്ന് കാണാതായി. കുറച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് നിന്ന് കണ്ടുകിട്ടി. ആ ബാലൻ പറഞ്ഞ കഥ തന്നെ ഒരു പറക്കുന്ന ഒരു യന്ത്രം തൻ്റെ അടുത്ത് നിന്ന് തന്നെ കയറ്റിക്കൊണ്ടുപോയി തന്നെ പോലെ എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നടത്തി അതിനുശേഷം എവിടെയോ കൊണ്ട് ഇറക്കി എന്നാണ് ആ ബാലൻ പറഞ്ഞത്. ചിലപ്പോൾ ഇതൊക്കെ വെറുതെ അഭ്യൂഹങ്ങളോ അല്ലെങ്കിൽ ചില മാനസിക വിഭ്രാന്തികളോ ഹലൂസിനേഷൻസോ ഒക്കെ ആവാം. ചിലപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടായിക്കൂടാ എന്ന് പറയാനും പറ്റില്ല. എന്തായാലും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. ഒരു ഗവൺമെന്റും അല്ലെങ്കിൽ ഒരു ശാസ്ത്ര ബോഡിയും ഇതുവരെ ഇത് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഏത് ദുരന്തമുണ്ടായാലും ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. കേരളത്തിൽ നമുക്കറിയാം പല ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ ഇതുപോലെ സംഭവിക്കാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം അരനൂറ്റാണ്ട് മുമ്പ് അപ്രത്യക്ഷമായ കൈരളി എന്ന കേരളത്തിന്റെ സ്വന്തം കപ്പൽ, ഒട്ടേറെ യാത്രക്കാരുമായിട്ടാണ് കൈരളി കടലിൽ അപ്രത്യക്ഷമായത്. ആ കൈരളി എവിടെ പോയി എന്ന് ഇപ്പോഴും നമുക്കാർക്കും അറിയില്ല. കൈരളിയെ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി എന്നാണ് വിശ്വസിച്ചത്. കുറെ കാലം ഈ യാത്രക്കാരൊക്കെ എവിടെയോ സുരക്ഷിതമായി കഴിയുന്നുണ്ടെന്നൊക്കെ കഥകളുണ്ടായിരുന്നു. പെരുമൺ ദുരന്തം ഉണ്ടായി. പെരുമൺ ദുരന്തം ഉണ്ടായപ്പോൾ അതിന്റെ കാരണം കണ്ടുപിടിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട റെയിൽവേയുടെ സേഫ്റ്റി കമ്മീഷണർ വളരെയേറെ പഠനങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയിട്ടും എന്താണ് കാരണം എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ഒടുവിൽ ഒരു തിയറി ഉണ്ടാക്കി. ടോർണോഡോ ആകാശത്ത് നിന്ന് വന്ന് ഈ ട്രെയിനിനെ തള്ളിയിട്ടുവെന്ന്. ടോർണോഡോ എന്ന് പറയുന്നത് ഒരു ചുഴലിക്കാറ്റാണ്. ഒരു ആനയുടെ തുമ്പിക്കൈ പോലെ താഴേക്ക് കറങ്ങി കറങ്ങി വരുന്ന ഒരു ചുഴലിക്കാറ്റ്. ഈ ചുഴലിക്കാറ്റ് കൃത്യമായിട്ട് ആ റെയിൽവേ ട്രാക്കിന്റെ മുകളിൽ വന്ന് ഈ ട്രെയിനിനെ തള്ളിയിട്ടിട്ട് ആകാശത്തേക്ക് പൊങ്ങിപ്പോയി എന്ന കഥയാണ് ആ സേഫ്റ്റി കമ്മീഷണർ എഴുതിയുണ്ടാക്കിയത്. അന്ന് കൊല്ലത്തെ ഈ പെരുമണ്ണിൽ ഈ ദുരന്തം നടക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ കാറ്റ് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആ ടൊർണോഡോ തിയറി അപ്പാടെ റെയിൽവേ തന്നെ തള്ളിക്കളഞ്ഞു. വിദഗ്ധന്മാരെല്ലാം തള്ളി, റെയിൽവേയും തള്ളി. അങ്ങനെ ഇപ്പോഴും ആ ദുരന്തത്തിന്റെ കാരണം അജ്ഞാതമായി നിൽക്കുകയാണ്. എന്നതുപോലെ ഈ വിമാനാപകടത്തിന്റെ കാരണവും യഥാർത്ഥ കാരണം കണ്ടെത്തുന്നവരെ ഫ്ലൈങ് സോസറാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അജ്ഞാത കേന്ദ്രങ്ങളാണോ ഇത് തകർത്തത് എന്നുള്ളതിനെ കുറിച്ചുള്ള കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി താഴെയുള്ള ബെൽ ബട്ടണിൽ അമർത്തുക.